നമസ്കാരം. മീഡിയ സെന്റർ കൊല്ലം മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 2 മരണം. കുമ്പളം അയത്തിൽ സ്വദേശികളാണ് മരിച്ചത്. കേരളപുരത്ത് രോഗിയുമായി പോയ ആംബുലൻസ് ബൈക്കുകളിലിടിച്ചും കൊല്ലം ബൈപ്പാസിൽ ലോറികൾ കൂട്ടിയിടിച്ചുമായിരുന്നു അപകടം. മയക്കുമരുന്നായ LSD സ്റ്റാമ്പുമായി യുവാവിനെ പിടികൂടി. അഞ്ചൽ സ്വദേശി അൽസാബിത്താണ് പിടിയിലായത്. കൊല്ലം റൂറൽ ഡാൻസ് ഓഫ് ടീമിൽ ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. ഹരിതസേന പ്രവർത്തകർ വീടുകളിൽ നിന്നും ശേഖരിച്ച പ്ലാസ്റ്റിക് മാലിന്യം കുഴിച്ചുമൂടി. ശൂരനാട് കല്ലേലിമുക്കിന് സമീപമാണ് സംഭവം. 125ഓളം ചാക്ക് മാലിന്യമാണ് കുഴിച്ചുമൂടിയത്. പ്രതിഷേധവുമായി നാട്ടുകാർ. വിശദമായ വാർത്തകളിലേക്ക്. കൊല്ലം ബൈപ്പാസിലുണ്ടായ വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു. ട്രെയിലർ ലോറിയും മിനി ലോറിയും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. മിനി ലോറി ഡ്രൈവറായ അയത്തിൽ സ്വദേശി നിഷാദാണ് മരിച്ചത്. ചൊവ്വാഴ്ച രാത്രി 10:30 മണിയോടുകൂടി കൊല്ലം ബൈപ്പാസിൽ മങ്ങാടിനടുത്താണ് അപകടമുണ്ടായത്. കടവൂർ ഭാഗത്തു നിന്നും വന്ന ട്രെയിലർ ലോറി എതിരെ വന്ന മിനി ലോറിയിലേക്ക് നിയന്ത്രണം വിട്ട് ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ മുൻഭാഗം പൂർണ്ണമായും തകർന്ന മിനി ലോറിക്കുള്ളിൽ കുടുങ്ങിയ നിഷാദിനെ കിളികല്ലൂർ പോലീസും കടപ്പാക്കടയിൽ നിന്നെത്തിയ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് പുറത്തെടുത്തത്. ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ന്യൂസ് ബ്യൂറോ, കൊട്ടിയം. രോഗിയുമായി പോയ ആംബുലൻസ് ബൈക്കുകളിലിടിച്ച് 1 മരണം. കുമ്പളം സ്വദേശി ആൽവിൻ വർഗീസ് ആണ് മരിച്ചത്. കേരളപുരം ജംഗ്ഷനിലായിരുന്നു അപകടം. 6 പേർക്ക് പരിക്കേറ്റു. രോഗിയുമായി പോയ ആംബുലൻസ് ബൈക്കുകളിലിടിച്ചാണ് ഗൃഹനാഥൻ മരിച്ചത്. ഒറ്റങ്കര മണ്ഡലം സിബിൽ വില്ലയിൽ വാടകയ്ക്ക് താമസിക്കുന്ന കുമ്പളം സ്വദേശി ആൽവിൻ വർഗീസ് ആണ് മരിച്ചത്. 57 വയസ്സായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി 8:15 കേരളപുരം ജംഗ്ഷനിലായിരുന്നു അപകടം. കുണ്ടറയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് 1 വയസ്സുള്ള കുട്ടിയുമായി ജില്ലാ ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു ആംബുലൻസ്. റോഡ് കുറുകെ കടക്കുകയായിരുന്ന ഒരു ബൈക്കിൽ ഇടിച്ചതോടെ നിയന്ത്രണം വിട്ട ആംബുലൻസ് ആൽവിൻ സഞ്ചരിച്ച ബൈക്കിൽ ഇടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ആൽവിൻ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് മരിച്ചത്. ആംബുലൻസ് ഡ്രൈവർ ഇളമ്പല്ലൂർ സ്വദേശി അഭിഷേക്, ആംബുലൻസിലുണ്ടായിരുന്ന എഴുകോൺ സ്വദേശി രാജേഷ്, ഭാര്യ ചിന്നു, മകൻ യാദവ്, രാജേഷിന്റെ സഹോദരി രാജി, ബൈക്ക് യാത്രികനായ കുണ്ടറ സ്വദേശി സിജിൻ തങ്കച്ചൻ എന്നിവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ആൽവിന്റെ മൃതദേഹം ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഭാര്യ നിർമ്മല, സിബിൻ ആൽവിൻ, സീന ആൽവിൻ എന്നിവർ മക്കളാണ്. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. NSS സപ്തദിന സഹവാസ ക്യാമ്പിന് ചവറ ഗവൺമെന്റ് HSൽ തുടക്കമായി. ചവറ കോവിൽത്തോട്ടം ലൂർദ്മാത EMHSസിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പ് നടത്തുന്നത്. ജനുവരി 1 സമാപിക്കും. ചവറ കോവിൽത്തോട്ടം ലൂർദ്മാത EMHSസിൽ സപ്തദിന സഹവാസ ക്യാമ്പിന് തുടക്കമായി. സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പ് നടത്തുന്നത്. ചവറ ഗവൺമെന്റ് HSലാണ് ക്യാമ്പ് നടത്തുന്നത്. ക്യാമ്പ് ജനുവരി 1 സമാപിക്കും. ഗ്രീൻ കേരള, ക്ലീൻ കേരള, ഡ്രഗ് ഫ്രീ കേരള എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഈ ക്യാമ്പ് നടത്തുന്നതിന്റെ ഉദ്ദേശങ്ങൾ കുട്ടികളിൽ ഒരു സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാകണം. ദേ നീഡ് ടു ഹാവ് എ സെൽഫ് കോൺഫിഡൻസ്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, ഇങ്ങനെ വിവിധ തരത്തിലുള്ള ഒരു വികസനത്തിന് വേണ്ടി വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ പാഠപുസ്തകത്തിലുള്ള സബ്ജക്ട്സ് മാത്രം പഠിക്കുന്നതല്ല, അതിലുപരിയായിട്ട് നമുക്ക് ജീവിതത്തെയും അക്കാഡമിക് തലത്തിനെയും പ്രൊഫഷനെയും ഒക്കെ വളരെ വൈഡ് ആംഗിളിൽ കാണാൻ പറ്റും. ലൂർദ്മാത EMHS PTA പ്രസിഡന്റ് C ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ SR സിന്ധ്യ മേരി സ്വാഗതം പറഞ്ഞു. പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ ജേക്കബ് ജോൺ, ഫാദർ മിൽട്ടൺ ജോർജ്, യോഹന്നാൻ ആന്റണി, കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CP സുധീഷ് കുമാർ, ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി, പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M ഷമി, ലിൻസി ലിയോൺസ്, TD ശോഭ, രാജി സജിത്ത്, സരിത സജീവ്, PB ബിനു, SS അഭിലാഷ്, R ജയിത്ര തുടങ്ങിയവർ പങ്കെടുത്തു. നമുക്ക് എല്ലാവർക്കും ഈ അടുത്ത സമയത്താണ് മാലിന്യ സംസ്കരണത്തെ കുറിച്ചൊരു കാര്യമായ ബോധമുണ്ടായി. അത് ബ്രഹ്മപുരം പോലൊരു പ്രദേശത്ത് തീപിടുത്തവും വലിയ പ്രശ്നങ്ങളും പാരിസ്ഥിതിക വിഷയങ്ങളും ഉണ്ടാകുന്നു എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി നമ്മളോട് കർശനമായി വടിയെടുത്തപ്പോഴാണ് നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളടക്കമുള്ളവർക്ക് ഇതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പക്ഷെ നമുക്ക് ഇപ്പോഴും നാം എത്ര പേർ അതിനെ ഉൾക്കൊള്ളാൻ കഴിയുന്നു എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ട കാര്യം കൂടിയാണ്. ന്യൂസ് ബ്യൂറോ, ചവറ. മയക്കുമരുന്നായ LSD സ്റ്റാമ്പുമായി യുവാവിനെ കൊല്ലം റൂറൽ ഡാൻസ് ഓഫ് ടീം പിടികൂടി. അഞ്ചൽ സ്വദേശി അൽസാബിത്താണ് പിടിയിലായത്. രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് അൽസാബിത്ത് പിടിയിലായത്.
വിൽപ്പനയ്ക്കായി ശേഖരിച്ചിരുന്ന 10ഓളം LSD സ്റ്റാമ്പുകളാണ് പോലീസ് കണ്ടെത്തിയത്. ഇതിന് മാർക്കറ്റിൽ 1,00,000 രൂപ വില വരുമെന്ന് പോലീസ് അറിയിച്ചു. 6 മാസം മുമ്പ് MDMA-യുമായി പിടിയിലായ അൽസാബിത്ത് ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം വീണ്ടും മയക്കുമരുന്ന് കച്ചവടത്തിൽ വ്യാപൃതനാവുകയായിരുന്നു. സംഘത്തിൽ കൂടുതൽ ആളുകൾ ഉണ്ടോ എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. ഇവരെ കണ്ടുപിടിക്കാനുള്ള പരിശ്രമത്തിലാണ് പോലീസ്. ഇതാദ്യമായാണ് LSD സ്റ്റാമ്പ് അഞ്ചലിൽ പിടിക്കപ്പെടുന്നത്. അഞ്ചൽ CI അബ്ദുൽ മനാഫ്, SI-മാരായ ജ്യോതിഷ് കുമാർ, ബിജു, CPO-മാരായ സജു, അഭിലാഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടുന്നത്. ഇപ്പോൾ നമ്മളെ കൊല്ലം റൂറൽ ജില്ലയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ക്യാച്ച്. ഡാൻസ് ഓഫ് ടീമിൻ്റെ വളരെ രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ക്യാച്ച് നടത്തിയിട്ടുള്ളത്. ഈ പറയുന്ന ആൾ നേരത്തെ ഒരു MDMA കേസിലെ പ്രതിയാണ്. കൂടുതൽ വിശദമായ അന്വേഷണത്തിന് ശേഷം പറയാം. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. UDF ഇരവിപുരം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൊല്ലം പള്ളിമുക്കിൽ കുറ്റവിചാരണ സദസ്സ് നടത്തി. LDF സർക്കാരിന്റെ ദുർഭരണത്തിനും അഴിമതിക്കുമെതിരെയാണ് കുറ്റവിചാരണ സദസ്സ് സംഘടിപ്പിച്ചത്. രമേശ് ചെന്നിത്തല MLA കുറ്റവിചാരണ സദസ്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ആസന്നമായിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20 സീറ്റിലും UDF വിജയിക്കുമെന്ന് രമേശ് ചെന്നിത്തല MLA അവകാശപ്പെട്ടു. RSP സംസ്ഥാന സമിതി അംഗം സജി ഡി ആനന്ദ് സ്വാഗതം പറഞ്ഞു. KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് K ബേബിസണിന്റെ അധ്യക്ഷതയിൽ KPCC നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് A ഷാനവാസ് ഖാൻ, മുൻ MLA AA അസീസ് എന്നിവർ സംസാരിച്ചു. മറ്റൊരു മുഖ്യമന്ത്രി ഉണ്ടായ ഉമ്മൻചാണ്ടി രാവിലെ 8 മണിക്ക് ആരംഭിക്കുന്ന ജനസമ്പർക്ക പരിപാടി പിറ്റേ ദിവസം രാവിലെ 10 മണിയായാലും തീരാതെ പരാതികളിൽ പരിഹാരമെടുത്ത ജനകീയനായ മുഖ്യമന്ത്രിയായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി. ആളുകൾ കരുതിയത് ഇതുപോലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുമെന്നാണ്. ആർക്കെങ്കിലും ഈ മുഖ്യമന്ത്രിയുടെ അടുത്ത് വരെ ചെല്ലാനുള്ള അവകാശം ഉണ്ടായോ? ആ ശൈലജ ടീച്ചർ മട്ടന്നൂരിൽ വെച്ച് തന്റെ നിയോജകമണ്ഡലത്തിലെ കാര്യങ്ങളൊന്ന് പ്രസംഗിച്ചതിന് അവർക്കിനി കേൾക്കേണ്ട ശകാരം മറ്റൊന്നും ഉണ്ടായി. മുഖ്യമന്ത്രി ശൈലജ ടീച്ചറെയും അപമാനിച്ചു, ഭർത്താവ് ഭാസ്കരൻ മുനിസിപ്പൽ ചെയർമാനെ. പാലായിൽ വന്നപ്പോൾ കോട്ടയത്തെ MP തോമസ് ചാലിക്കാടൻ റബ്ബറിന് വിലയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തോമസ് ചാലിക്കാടനെ പുലഭ്യം പറഞ്ഞ മുഖ്യമന്ത്രി റബ്ബറിന്റെ വില ചോദിക്കാനാണോ ഇവിടെ വന്ന് ഈ യാത്ര നടത്തുന്നതെന്ന് അദ്ദേഹം ചോദിച്ചു. അപ്പൊ നമുക്ക് തോന്നി ഏതായാലും ഇത് ബഹിഷ്കരിച്ചത് എത്ര നന്നായി. അസീസ് സാഹിബ്, നമ്മൾ എടുത്ത തീരുമാനം എത്ര നന്നായി. അവിടെ കാണാൻ പോയി നമ്മൾ വല്ല ഡിമാൻഡും പറഞ്ഞിട്ട് ഇയാളുമായിട്ട് ഗുസ്തി പിടിക്കേണ്ടി വന്നേനെ. ന്യൂസ് ബ്യൂറോ, കുട്ടിയം. പന്മന ഗ്രാമമീഡിയയുടെ പ്രവർത്തന ഉദ്ഘാടനം നടത്തി. ഇതോടനുബന്ധിച്ച് ക്രിസ്മസ് ആഘോഷവും സംഘടിപ്പിച്ചു. അഡ്മിൻ പാനൽ അംഗം സിയാം ചെത്തോടിൽ പ്രവർത്തന ഉദ്ഘാടനം നിർവഹിച്ചു. പന്മന ഗ്രാമമീഡിയയുടെ 2024 പ്രവർത്തന ഉദ്ഘാടനം നടത്തി. ഇതോടനുബന്ധിച്ച് ക്രിസ്മസ് ആഘോഷവും സംഘടിപ്പിച്ചു. ഇടപ്പള്ളിക്കോട്ട ശാന്തിതീരത്താണ് ആഘോഷം നടന്നത്. അഡ്മിൻ പാനൽ അംഗം സിയാം ചെത്തോടിൽ പ്രവർത്തന ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമമീഡിയ ജനഹൃദയങ്ങളിലേക്ക് എത്തിച്ചേരുവാനുള്ള നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഒരു പറ്റം ഗൾഫിലുള്ളവരും ഈ പ്രദേശത്തുള്ളവരും കൂടി രൂപീകരിച്ചൊരു ഗ്രൂപ്പാണ്. നമ്മുടെ പ്രദേശത്തുള്ള വികസന കാര്യങ്ങളിലും ജനകീയ പ്രശ്നങ്ങളിലും ഏറ്റെടുക്കുക എന്നുള്ള ദൗത്യം ഈ പന്മന ഗ്രാമമീഡിയ ഇതിനകം ഏറ്റെടുക്കുകയും ജനഹൃദയങ്ങളിൽ എത്തിക്കുകയും ജനമനസ്സുകളിൽ സ്ഥാനം നേടിക്കഴിഞ്ഞിരിക്കുകയും ചെയ്യുകയാണ്. മുസ്തഫ മുളമൂട്ടിൽ അധ്യക്ഷത വഹിച്ചു. ശാന്തിതീരത്തിലെ മുതിർന്ന അംഗം ക്രിസ്മസ് കേക്ക് മുറിച്ച് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. അഡ്മിൻ പാനൽ അംഗം വി ഷമീർ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ താഹ മുളമൂട്ടിൽ, ഷെരീഫ് മീനത്തതിൽ, മുനീർ മുപ്പട്ടിത്തറ, ഷമീർ കിണർവിള, ഗ്രൂപ്പ് അംഗങ്ങളായ ബേബി സലീന, റഹീം, ഇർഷാദ് ചീരളത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. ഹരിതസേന പ്രവർത്തകർ വീടുകളിൽ നിന്നും ശേഖരിച്ച പ്ലാസ്റ്റിക് മാലിന്യം കുഴിച്ചുമൂടി. ശൂർനാട് തെക്ക് ഗ്രാമപഞ്ചായത്തിലെ കല്ലേലിമുക്കിന് സമീപമാണ് സംഭവം. 125ഓളം ചാക്ക് മാലിന്യമാണ് അനധികൃതമായി കുഴിച്ചുമൂടിയത്. 125 ചാക്കോളം വരുന്ന പ്ലാസ്റ്റിക് മാലിന്യമാണ് അനധികൃതമായി കുഴിച്ചുമൂടിയത്. ഹരിതകർമ്മ സേനാംഗങ്ങൾ വീടുകളിൽ നിന്നും ശേഖരിച്ച് സൂക്ഷിച്ചിരുന്ന മാലിന്യമാണ് സ്വകാര്യ പുരയിടത്തിൽ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കുഴിച്ചുമൂടിയത്. ചൂർനാട് തെക്ക് ഗ്രാമപഞ്ചായത്തിലെ ആയിക്കുന്നം കല്ലേലിമുക്കിന് സമീപമാണ് മാലിന്യം കുഴിച്ചിട്ടത്. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് പഞ്ചായത്ത് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കുഴിച്ചിട്ട മാലിന്യം പുറത്തെടുത്തു. നാളുകളായി വീടുകളിൽ നിന്നും ശേഖരിച്ച മാലിന്യം ഹരിതകർമ്മ സേനാംഗത്തിന്റെ പറമ്പിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. ഇത് തരം തിരിച്ചാണ് ഗ്രീൻ കേരള കമ്പനിക്ക് വിൽക്കുന്നത്. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യം ശേഖരിച്ച് സൂക്ഷിച്ചിരുന്ന ഹരിതകർമ്മ സേനാംഗത്തിന്റെ പുരയിടം വിൽക്കുന്നതിന് കരാറായി. ഇതേ തുടർന്ന് മാലിന്യം നീക്കം ചെയ്യുന്നതിനാണ് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കുഴിച്ചിട്ടതെന്നാണ് ആരോപണം ഉയരുന്നത്. വസ്തുവിറ്റ് മാറിക്കൊടുക്കേണ്ടതിനാലും മാലിന്യം പുരയിടത്തിൽ നിന്നും നീക്കം ചെയ്യേണ്ടി വന്നതിനാലുമാണ് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കുഴിച്ചിട്ടതെന്നാണ് പറയപ്പെടുന്നത്. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് പഞ്ചായത്ത് അധികൃതർ ശൂരനാട് പോലീസിൽ പരാതി. ഈ വീടുകളിൽ നിന്ന് ശേഖരിച്ചുകൊണ്ട് വന്നിട്ട് അത് ആ വീട്ടുകാരുടെ കയ്യിൽ നിന്ന് അവിടെ എല്ലാം QR കോഡ് പതിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ 50 രൂപ വീതം ഓരോ വീടുകളിൽ നിന്നും ശേഖരിച്ച്
ഓരോ കടകളിൽ നിന്നും 100 രൂപ വീതം ശേഖരിച്ചുകൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് സ്വരൂപിച്ചുകൊണ്ട് അവർക്ക് റെസീറ്റും കൊടുത്ത് ഇത്തരത്തിൽ കൊണ്ടുവരുന്ന ഈ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഒരുമിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇതേ രീതിയിൽ കുഴിയെ JCB വിളിച്ചു കൊണ്ടുവന്ന് കുഴിയെടുത്ത് അതിൽ അത് മൂടപ്പെടണമെന്നുണ്ടെങ്കിൽ അതിന് ശക്തമായി പിന്തുണ ഇവർക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെയും പഞ്ചായത്ത് ഇതിന് ചുമതല വഹിക്കുന്ന അസിസ്റ്റന്റ് സെക്രട്ടറിയുടെയും പൂർണ്ണമായ പിന്തുണയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു കുറ്റകൃത്യം ചെയ്യുവാൻ ഇവർക്ക് പ്രേരണയായത്. ന്യൂസ് ബ്യൂറോ, ചക്കുവള്ളി. 91ാമത് ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ച് പദയാത്രയ്ക്ക് തുടക്കമായി. SNDP യോഗം ചാരുമൂട് യൂണിയന്റെ നേതൃത്വത്തിലാണ് പദയാത്ര നടത്തുന്നത്. 30-ന് യാത്ര ശിവഗിരിയിലെത്തും. തൊണ്ണൂറ്റിയൊന്നാമത് ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ച് ശിവഗിരി തീർത്ഥാടന പദയാത്രയ്ക്ക് ചാരുമൂട്ടിൽ തുടക്കമായി. ചാരുമൂട് SNDP യൂണിയന്റെ നേതൃത്വത്തിലാണ് പദയാത്ര നടത്തുന്നത്. പദയാത്രയുടെ ഉദ്ഘാടനവും ധർമ്മപതാക കൈമാറലും കോടുകുളഞ്ഞി ശ്രീനാരായണ വിശ്വധർമ്മ മഠാധിപതി ശിവബോധാനന്ദ സ്വാമികൾ നിർവഹിച്ചു. 60ാമത് ഷഷ്ടിപൂർത്തി ആഘോഷവേളയിൽ എന്തു കൊടുക്കണമെന്ന് SNDP യോഗത്തിന്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറിയും കവിത്രയങ്ങളിൽ 6-7 ഭാഷ എഴുതുവാനും വായിക്കുവാനും അറിയാവുന്ന ഇന്ത്യയിലെ ഏക കവിയുമായ മഹാകവി കുമാരനാശാൻ ആലോചിച്ചപ്പോൾ നമ്മൾ എന്ത് കൊടുത്താലും വിറ്റായി കൊടുത്താൽ അത് കുറച്ച് കഴിയുമ്പോൾ നഷ്ടപ്പെട്ടു പോകാൻ ചാൻസ് ഉണ്ട്. ഒരിക്കലും നഷ്ടപ്പെടുവാൻ പാടില്ലാത്ത ഒരു അമൂല്യമായ സമ്മാനമായിരിക്കണം തൻ്റെ ഗുരുനാഥനായ നാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾക്ക് സമ്മാനിക്കുവാൻ എന്ന് ആലോചിച്ചിട്ട് എഴുതിയതാണ് നാരായണമൂർത്തി എന്ന ഗുരുസ്തവം എന്ന വിളിക്കുക. ചാരുമൂട് യൂണിയൻ ചെയർമാൻ ജയകുമാർ പാറപ്പുറമാണ് ജാഥ നയിക്കുന്നത്. വിവിധ സ്ഥലങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ജാഥ 30-ന് ശിവഗിരിയിലെത്തും. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്. ഇടവട്ടം ഉടയൻകാവ് ശിവക്ഷേത്രത്തിലെ 41ാം ചിറപ്പ് മഹോത്സവത്തോടനുബന്ധിച്ച് പൊങ്കാല നടത്തി. നിരവധി ഭക്തർ ചടങ്ങിൽ പങ്കെടുത്തു. ധനുമാസ തിരുവാതിര ആഘോഷവും ഇതോടനുബന്ധിച്ച് നടത്തി. ഇടവട്ടം ഉടയാൻകാവ് ശിവക്ഷേത്രത്തിൽ 41ാം ചിറപ്പ് മഹോത്സവത്തോടനുബന്ധിച്ചാണ് പൊങ്കാല നടത്തിയത്. ഇതോടനുബന്ധിച്ച് ധനുമാസ തിരുവാതിരാഘോഷവും നടത്തി. കഞ്ഞിസദ്യ, ആഴിപൂജ, പടുക്ക, ശാസ്താംപാട്ട്, ദേശവിളക്ക്, നേർച്ചത്താലപ്പൊലി, തിരുവാതിര ചുവട് എന്നിവയും നടത്തി. ക്ഷേത്രതന്ത്രി കുഴിക്കാട്ടില്ലത്ത് അക്കീരമൺ കാളിദാസ ഭട്ടതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. മേൽശാന്തി ബിനീഷ്, പ്രസിഡന്റ് സുരേഷ് കുമാർ, സെക്രട്ടറി CV രഞ്ജിത്ത്, ട്രഷറർ ശശിധരൻ പിള്ള തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. പ്രധാന വാർത്തകൾ വീണ്ടും. വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 2 മരണം. കുമ്പളം അയത്തിൽ സ്വദേശികളാണ് മരിച്ചത്. കേരളപുരത്ത് രോഗിയുമായി പോയ ആംബുലൻസ് ബൈക്കുകളിലിടിച്ചും കൊല്ലം ബൈപ്പാസിൽ ലോറികൾ കൂട്ടിയിടിച്ചുമായിരുന്നു അപകടം. മയക്കുമരുന്നായ LSD സ്റ്റാമ്പുമായി യുവാവിനെ പിടികൂടി. അഞ്ചൽ സ്വദേശി അൽസാബിത്താണ് പിടിയിലായത്. കൊല്ലം റൂറൽ ഡാൻസ് ഓഫ് ടീമിൽ ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. ഹരിതസേന പ്രവർത്തകർ വീടുകളിൽ നിന്നും ശേഖരിച്ച പ്ലാസ്റ്റിക് മാലിന്യം കുഴിച്ചുമൂടി. ശൂരനാട് കല്ലേലിമുക്കിന് സമീപമാണ് സംഭവം. 125ഓളം ചാക്ക് മാലിന്യമാണ് കുഴിച്ചുമൂടിയത്. പ്രതിഷേധവുമായി നാട്ടുകാർ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. സൗത്ത് വോയിസ് കൊല്ലം ജില്ലയിൽ തുടങ്ങുന്ന കേരള വിഷൻ ജില്ലാ ഡിസ്ട്രിബ്യൂഷനിലേക്കും ജില്ലാ ചാനലിലേക്കും ജില്ലയിലെ വിവിധ പ്രാദേശിക കേന്ദ്രങ്ങളിലായി ആരംഭിക്കുന്ന കൺസ്യൂമർ സ്റ്റോറുകളിലേക്കും താഴെ പറയുന്ന വിഭാഗത്തിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. റിസപ്ഷനിസ്റ്റ്, ജനറൽ മാനേജർ, ടാക്സ് ഓർ ലീഗൽ അഡ്വൈസർ, ഓഫീസ് സെക്രട്ടറി, ഓഫീസ് സ്റ്റാഫ്, അക്കൗണ്ടന്റ്, സെയിൽസ് മാനേജർ, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, ഫീൽഡ് സ്റ്റാഫ്, സ്റ്റോർ കീപ്പർ, ചാനൽ പ്രോഗ്രാം ഷെഡ്യൂളർ, കൺട്രോൾ റൂം ടെക്നീഷ്യൻ, വീഡിയോ എഡിറ്റർ, ക്യാമറാമാൻ, ന്യൂസ് എഡിറ്റർ, പ്രോഗ്രാം പ്രൊഡ്യൂസർ, പ്രോഗ്രാം ആങ്കർ, ഡ്രൈവർ. മുൻപരിചയമുള്ളവർക്ക് മുൻഗണന. കൂടുതൽ വിവരങ്ങൾ ഞങ്ങളുടെ ചാനലിലെ സ്ക്രോളിംഗ് പരസ്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റു വിവരങ്ങൾക്ക് 7025017405 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.